ഹലോ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്കൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ വീട്ടിലെ കുറച്ച് ഗ്രോസറി സാധനങ്ങളും അല്ലാത്ത കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുള്ള പ്ലാനിങ്ങിൽ പുറത്തു പോകാമെന്ന് തീരുമാനിച്ചു. പിന്നെ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി ആദ്യമായിട്ട് പുറത്തുള്ള വീഡിയോസ് എല്ലാം എടുക്കാന്നുള്ള സന്തോഷത്തോടെ സെൽഫി സ്റ്റിക്കിൽ ഫോണെല്ലാം ഫിറ്റ് ചെയ്ത് ഒരു യൂട്യൂബർ അങ്ങനെ പോകുന്ന പോലെ സന്തോഷത്തോടെ ഞാൻ ഇറങ്ങിയതാണ്. നമ്മളൊന്ന് വിചാരിക്കും ദൈവം മറ്റൊന്ന് നൽകുമെന്ന് പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കും പോലല്ലോ നമ്മുടെ ലൈഫ് പോകും. നമ്മുടെ വലിയ കാര്യത്തിൽ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു ആ വീഡിയോ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ പോയത് വെളിച്ചെണ്ണ വാങ്ങാൻ. സ്വർണ്ണവില കൂടുമ്പോലെയാണ് വെളിച്ചെണ്ണയ്ക്ക് വില കൂടുന്നത്. പക്ഷേ നമുക്ക് ഓണൊക്കെ ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഇല്ലാതെ പറ്റത്തില്ലല്ലോ. വെളിച്ചെണ്ണയെല്ലാം വാങ്ങി വന്നതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് കണ്ണൂർ ഫുൾപാത്തിലേക്ക്. ഒരുപാട് ചന്തയും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും. അവിടുന്ന് വേണം ഗ്രോസറി സാധനങ്ങളും മറ്റു സാധനങ്ങളെല്ലാം വാങ്ങാൻ പോകാൻ. നോക്കുമ്പോൾ അത് അങ്ങ് ദൂരത്തുനിന്ന് കാണുന്ന ഫെയർ തുടങ്ങിയതിൻ്റെ ആകാശത്തൊട്ടിലാണ് കാണുന്നത്. അവിടുന്ന് നേരെ അതിനങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരുപാട് തുണികളും ചെരുപ്പുകൾ, ബാഗുകൾ, പിന്നെ ചെടിച്ചട്ടികൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണാൻ തന്നെ ഒരു രസമാണ്. അപ്പോൾ എല്ലാം മെല്ലനെ കടമെങ്കിൽ എന്തെങ്കിലും വാങ്ങാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പോയത്. പക്ഷേ എങ്കിൽ ഈ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നില്ലല്ലോ ഇതൊന്നും കാണാൻ മാത്രമേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ആദ്യം വണ്ടി പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ ഫുൾ വണ്ടിയാണ്, പാർക്ക് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ടായിട്ടില്ല. അവിടെ വെച്ചാണ് ഞങ്ങൾക്ക് പണി പറ്റിയത്. നിർത്തി വെച്ച വണ്ടി പിന്നീട് ഓണാവുന്നില്ല. കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ വണ്ടി എന്തോ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. സ്റ്റാർട്ടാകാൻ കുറച്ച് ബുദ്ധിമുട്ട്, കുറച്ച് സ്റ്റാർട്ടായാൽ പിന്നെ സ്റ്റാർട്ടാകാൻ ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ നമ്മൾ ക്യാൻസൽ ചെയ്തു. അന്നത്തെ ഷോപ്പിംഗ് ഫുൾ ക്യാൻസൽ ചെയ്ത് നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടു. വർക്ക്ഷോപ്പിൽ നിന്ന് അവിടുന്ന് കുറച്ചൊരു 2-2.5 മണിക്കൂറോളം എടുക്കും അതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. 2 മണിക്കൂറോളം അവിടെ പോസ്റ്റ് ചെയ്തിരുന്ന് പിന്നീട് അദ്ദേഹം ശരിയാക്കി തന്നു. ഒന്നും വാങ്ങാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ നമ്മളൊരു ഹോട്ടലിൽ കയറി പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് അന്നത്തെ വിഷമം അങ്ങ് തീർന്നു. കുറേ നാളായി പൊറോട്ടയും ബീഫും കഴിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഈ വിഷമം അതിലങ്ങ് തീർക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പൊറോട്ടയും ബീഫും കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് 1-2 പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര വലിയ ഇതൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. മെല്ലെ മെല്ലെ ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരാം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇനി തുടർന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈ.